ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. ഈ ആഴ്ച നമുക്കൊരു കഥ കേട്ടുകൊണ്ട് തുടങ്ങാം. ഒരു ഗ്രാമത്തിൽ മല്ലൻ എന്ന കൃഷിക്കാരനുണ്ടായിരുന്നു. ബുദ്ധിമാനായ അവൻ അന്യം നിന്നു പോകുന്ന വിളകളുടെ വിത്തുകൾ ശേഖരിച്ച് അവ സംരക്ഷിക്കുക എന്നുള്ളതാണ് അവനെ മറ്റ് കർഷകരിൽ നിന്നും വ്യത്യസ്തനാക്കിയിരുന്നത്. ഈ വിവരം രാജാവ് തന്നെ അറിയുകയും രാജാവ് മല്ലനെ കൊട്ടാരത്തിൽ വിളിച്ച് അയാളെ ആദരിക്കുകയും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വസ്ത്രങ്ങളും തലപ്പാവും പാദരക്ഷകളുമൊക്കെ നൽകി മല്ലനെ അംഗീകരിക്കുകയും ചെയ്തത്. എല്ലാ ഞായറാഴ്ചകളിലും തൻ്റെ ഗ്രാമത്തിലുള്ള മുതിർന്ന കർഷകരെ കാണുവാനും സുഹൃത്തുക്കളെ കാണുവാനും സമ്പർക്കം നടത്തുവാൻ മല്ലൻ പോകാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച അതിനായി തയ്യാറെടുത്ത് മല്ലൻ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്നപ്പോൾ മല്ലനെ അതിശയിപ്പിച്ചുകൊണ്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായ മാധവൻ മുന്നിൽ നിൽക്കുന്നു. ഇരുവരും കണ്ടപ്പോൾ തന്നെ തിരിച്ചറിയുകയും അവർ അഭിവാദ്യം ചെയ്യുകയും അവരുടെ ആദരവ് പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നിട്ട് മല്ലൻ മാധവനോട് പറഞ്ഞു, നീ ക്ഷീണിച്ചു വന്നതല്ലേ, നീ അല്പസമയം വീട്ടിൽ കയറി വിശ്രമിക്കൂ. ഞാൻ 2-3 ആൾക്കാരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രാമത്തിലുള്ളവരെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോൾ മാധവൻ പറഞ്ഞു, വളരെ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും കേൾക്കുവാനുമൊക്കെ ഉണ്ട്. ഈ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്ന് മാറാൻ പറ്റിയാൽ ഞാൻ നിന്നോടൊപ്പം വരാം. ഇത് കേട്ട മല്ലന് സന്തോഷമായി. മല്ലൻ വീട്ടിനകത്ത് കയറി സന്തോഷത്താൽ തനിക്ക് രാജാവ് തന്ന വിലപിടിപ്പുള്ള കുപ്പായവും തലപ്പാവും പാദരക്ഷകളും എല്ലാം മാധവന് നൽകി പുറത്ത് മാധവൻ ഇറങ്ങി വരുവാനായി വെയിറ്റ് ചെയ്തു. പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ മാധവൻ പുറത്തു വന്നു. സത്യത്തിൽ ആദ്യമായി മല്ലൻ്റെ മനസ്സിൽ വിഷമം തോന്നി. ആ ആടയാഭരണങ്ങളിൽ മാധവൻ ഒരു പ്രഭുവിനെ പോലെയും താൻ ഒരു ബാല്യക്കാരനെ പോലെയും തോന്നുന്നതായി മല്ലൻ്റെ മനസ്സ് മല്ലനെ കുറ്റപ്പെടുത്തി. എന്നാൽ ആ വിഷമം പുറത്ത് കാണിക്കാതെ അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര തുടർന്നു. വഴിയിലുടനീളം മാധവനെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ബഹുമാനിക്കുന്നതും തന്നെ ആരും ഗവനിക്കുന്നില്ല എന്നുള്ള കാര്യവും മല്ലന് മനസ്സിലായി. മല്ലൻ്റെ ഉപബോധ മനസ്സ് മല്ലനെ ചെയ്ത പ്രവൃത്തിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നീ മറ്റു ഏതെങ്കിലും വസ്ത്രം കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്നുള്ളതായി. അതിനെ എല്ലാം അടക്കുവാനായി മല്ലൻ സ്വയം പറഞ്ഞു, ഞാനൊരു മിടുക്കനായ കർഷകനാണ്. എൻ്റെ സാമർഥ്യം രാജാവ് വരെ അംഗീകരിച്ചതും എന്നെ ആദരിച്ചതുമാണ്. വസ്ത്രത്തിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു? അല്ലെങ്കിൽ തന്നെ അതെൻ്റെ വസ്ത്രമല്ലേ, ഞാനവന് ഒരു ദിവസത്തേക്ക് കൊടുത്തെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് മാധവൻ പറയുന്ന കാര്യങ്ങളെല്ലാം മൂളിക്കേട്ടും കൊണ്ടും അവർ നടന്ന് ആദ്യത്തെ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാരും മാധവനെ കണ്ട് ഏറെ ബഹുമാനത്തോടും ആദരവോടുകൂടിയും സ്വീകരിക്കുന്നത് മല്ലൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മല്ലൻ്റെ മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമായി. അയാൾ മാധവനെ ആ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ട് പറഞ്ഞു, യവനെൻ്റെ സതീർത്ഥ്യനാണ്. 10-15 വയസ്സാവുന്നതുവരെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ കളിച്ചും മുണ്ടും ഉണങ്ങിയും എല്ലാം കഴിഞ്ഞിരുന്നതാണ്. എന്നാൽ അവൻ ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് തിരിച്ചു വന്നത്. വന്ന ഉടനെ തന്നെ ക്ഷീണമുണ്ടെങ്കിലും തൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് അവൻ വന്നതാണ്. അവൻ സ്നേഹവും ഉള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ അവൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എൻ്റേതാണ് എന്ന് പറഞ്ഞു. വീട്ടുകാർക്കും മാധവനും അതിശയവും അത്ഭുതവും തോന്നി. മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത് സ്വാഭാവികമാണ്. അയാളിട്ടിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത്. ഇത്
മഹാദേവനെ അല്പം ദുഃഖിപ്പിച്ചു. അവർ അവിടെ നിന്നും പുറത്തിറങ്ങി. മല്ലനും താൻ ചെയ്തത് ശരിയായില്ല എന്ന് മനസ്സിലായി. മല്ലൻ മഹാദേവനോട് ക്ഷമ ചോദിച്ചു. ഞാനൊരിക്കലും വസ്ത്രത്തിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചതല്ല, അതെൻ്റെ നാക്കിന് വന്ന ഒരു പിഴവാണ്. ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല. നിനക്ക് വിഷമം തോന്നിയെങ്കിൽ അത് ക്ഷമിക്കണം എന്ന് മഹാദേവനോട് പറഞ്ഞ് അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവർ രണ്ടാമത്തെ വീട്ടിലെത്തി. അവിടെയും ആദ്യത്തെ വീട്ടിലുണ്ടായതുപോലെയാണ് തന്നെയാണ് സംഭവിച്ചത്. അവിടെയും മഹാദേവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മല്ലൻ അവസാനം പറഞ്ഞു, ഇവൻ സ്നേഹമുള്ളവനാണ്, ഇവൻ ഇന്ന് രാവിലെ വന്നതാണ്, ഇവൻ ധരിച്ചിരിക്കുന്നതെല്ലാം അവൻ്റെ വസ്ത്രങ്ങളാണ്, ഞാൻ കൊടുത്തതല്ല എന്ന് പറഞ്ഞു. അവരും അന്തം വിട്ടുപോയി. ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ മുമ്പെങ്ങും ആരും ചെയ്തിട്ടില്ല. അവിടെ നിന്നും പുറത്തിറങ്ങിയ മഹാദേവൻ്റെ മുഖം കൂടുതൽ കറുത്തു. ഇത് മനസ്സിലാക്കിയ മല്ലൻ വീണ്ടും മഹാദേവനോട് ക്ഷമ ചോദിച്ചു. ഞാൻ ഇനി വസ്ത്രത്തിനെപ്പറ്റി ഒരക്ഷരവും മിണ്ടുകയില്ല എന്ന് പറഞ്ഞ് അവർ വീണ്ടും നടന്ന് മൂന്നാമത്തെ വീട്ടിലെത്തി. അവിടെ ചെന്നപ്പോഴും പഴയ രണ്ടിടത്തും സംഭവിച്ചതുപോലെ മഹാദേവന് കൂടുതൽ ആദരവും ബഹുമാനവും കിട്ടുന്നത് മല്ലൻ്റെ മനസ്സിനെ വീണ്ടും അസ്വസ്ഥനാക്കി. അതിനെ അടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് അവ പുറത്തു കാണിക്കാതെ മല്ലൻ മഹാദേവനെ അവരെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് മുൻപ് പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞു. അവസാനം മല്ലൻ പറഞ്ഞു, അവൻ്റെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞ് നിർത്തി. അല്പം ഒരു ഇടവേളയ്ക്ക് ശേഷം മല്ലൻ പറഞ്ഞു, അല്ല, ഞാൻ ഈ വസ്ത്രങ്ങളെക്കുറിച്ചൊന്നും പറയുകയില്ല എന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ് എന്ന് പറഞ്ഞ് നിർത്തി. ഇത് അവിടെ നിന്ന് പുറത്തിറങ്ങിയ മഹാദേവൻ വളരെ ദേഷ്യത്തോടു കൂടി, ഇനി ഞാൻ ഒരടി പോലും മുന്നോട്ട് വയ്ക്കുന്നില്ല, മടങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ തുടങ്ങി. മല്ലനാകട്ടെ താൻ ചെയ്ത അബദ്ധവും താൻ അറിയാതെ തൻ്റെ മനസ്സിൽ നിന്നും വസ്ത്രത്തെക്കുറിച്ചുള്ള പുറത്തു വന്ന സംസാരത്തിലും ക്ഷമ ചോദിച്ചുകൊണ്ടും അവനുണ്ടായ വിഷമത്തിനും ദുഃഖത്തിനും മാപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. മനുഷ്യ മനസ്സ് അങ്ങനെയാണ്. ഉപബോധ മനസ്സ് എപ്പോഴും സത്യം പറയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ സമൂഹത്തിന് ഭയന്നിട്ടോ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കുമോ എന്നോ വിചാരിച്ചിട്ട് നമ്മളുടെ മനസ്സിൽ വരുന്ന ചിന്തകളും വിചാരങ്ങളുമെല്ലാം എത്രത്തോളം അടക്കം ചെയ്യാൻ ശ്രമിക്കുന്നുവോ അതെല്ലാം ഒരവസരത്തിൽ വളരെ ശക്തമായി പുറത്ത് വരും എന്നുള്ളതാണ് മല്ലൻ്റെ മനസ്സ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ ഞാൻ രാകേഷ് ചീമര വിടവാകുന്നു. സ്വസ്തി പ്രജ്ഞാവ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ കുബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു.